ക്ലിയർ? അതിനൊരു 5 മിനിറ്റ് നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം, കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തായിരിക്കും. സോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പരീക്ഷയുടെ എത്ര സമയം മുമ്പ് നിങ്ങൾ എവിടെ എത്തും? എക്സാം സെന്ററിലെത്തും? പരീക്ഷയുടെ എത്ര സമയം മുമ്പ് എക്സാം സെന്ററിലെത്തും? അല്ല, എല്ലാരും പരീക്ഷയുടെ 1 hour മുമ്പ്. ഇപ്പൊ രാവിലെ ആണെങ്കിൽ പോലും പരീക്ഷയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാളിൽ എൻട്രി ചെയ്യുന്ന സമയത്തിന് 1 മണിക്കൂർ മുമ്പ് എവിടെ എത്തണം? എക്സാം സെന്ററിൽ എത്തണം. അത് എത്ര ദൂരമായാലും അതിനനുസരിച്ച് ഇപ്പോഴേ പ്ലാൻ ചെയ്തോളാം. ഹോൾ ടിക്കറ്റ് കിട്ടിയാൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴേ നമ്മൾ ഉറപ്പിക്കാം, പരീക്ഷയുടെ 1 മണിക്കൂർ, മിനിമം 1 മണിക്കൂർ മുമ്പ് ഞാൻ എവിടെ എത്തും? സെന്ററിന്റെ ഫ്രണ്ടിലെത്തും. എന്റെ ക്ലാസ് റൂം ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. ഞാൻ പോകാനുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്യും. ഇനി അവസാനത്തെ 1 മണിക്കൂർ എന്തായിരിക്കും ചെയ്യാം? രണ്ട് രീതിയിലാണ്. വെൻ വി ഗോ ഫോർ എ ബോർഡ് എക്സാം, ഒരു ബോർഡ് എക്സാമിനാണ് പോകുന്നതെങ്കിൽ, നിങ്ങൾ പോകണമെങ്കിൽ യു ക്യാൻ സിറ്റ് ബാക്ക് ആൻഡ് യു ക്യാൻ റിലാക്സ്. അല്ലെ, ഒരു ബോർഡ് എക്സാമിനാണ് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു തിയറി എക്സാമിനാണ് പോകണമെങ്കിൽ യു ക്യാൻ സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ്. പക്ഷേ അവസാന 1 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാനുള്ള നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് തരും. അവസാന 1 മണിക്കൂർ പഠിപ്പിക്കാനുള്ള നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് തരും. അത് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ഞാൻ പ്രിപ്പയർ ചെയ്ത് തരും. അത് ആ 1 മണിക്കൂർ മാത്രം, ആ 1 മണിക്കൂർ നോക്കാനുള്ള പോയിന്റേ ഉണ്ടാവുള്ളൂ. ആ 1 മണിക്കൂർ അത് മാത്രം വായിക്കാം. ആ 1 മണിക്കൂറിൽ അത് വായിച്ച് തീർക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രം. അതിനു മുമ്പ് ഒരിക്കലും അത് എടുക്കരുത്. അത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെക്കാം. ഒരു ഫോണിലിട്ട് നോക്കുകയും ചെയ്യരുത്. ഫോണിലിട്ട് നോക്കാനും നിൽക്കല്. പ്രിന്റ് ഞാനൊരു 20-ാം തീയതി ആകുമ്പോൾ ആ നോട്ട് അയച്ചു തരും. 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് അതൊരു 8-10 പേജുള്ള ഒരു നോട്ടാണ്. ആ നോട്ട് പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. ഓക്കെ, അത് തുറന്നു പോലും നോക്കരുത്. അത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല. എപ്പോഴേ തുറക്കാവൂ? അത് എക്സാമിന് 1 മണിക്കൂർ മുമ്പ് തുറന്നാൽ മതി. കാരണം വെച്ചാൽ അത് തുറന്ന് അതിന് പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഓർമ്മയുണ്ട്, എന്തൊക്കെ ഓർമ്മയില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങളാവും. അതിനകത്തുള്ളത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മറന്നു പോകാൻ സാധ്യതയുള്ളതിന്റെ ഷോർട്ട് കട്ട്സ് മാത്രമായിരിക്കും അതിനകത്തുണ്ടാവും. അതുകൊണ്ട് അത് തുറന്നു നോക്കി നിങ്ങൾ നേരത്തെ അതിന് സമയം കളയണ്ട. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം പഠിക്കുക. അവസാനം 1 മണിക്കൂർ എന്റെ കോൺഫിഡൻസിലുള്ള, എനിക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ഒരു 100-150ഓളം പോയിന്റ്സ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് അതിനകത്തിട്ട് തരും. മനസ്സിലായോ? ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് അതിനു മുമ്പ് ഞാൻ പഠിപ്പിച്ച സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങൾ മറന്നു പോകാനും സാധ്യതയുള്ള കുറെ സാധനങ്ങൾ ഞാൻ സോർട്ട് ഔട്ട് ചെയ്തിട്ട്. അപ്പൊ അത് എല്ലാവരും ഒരു 20-ാം തീയതി ആകുമ്പോൾ ഇട്ടുതരാം. പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കാം. എക്സാമിന് പോകുമ്പോൾ ഹോൾ ടിക്കറ്റിനൊപ്പം കൂടെ കൊണ്ടുപോവാം. എക്സാമിന് കയറുന്നതിന് തൊട്ട് മുമ്പ് അത് വായിക്കുക, മടക്കി വയ്ക്കുക. ബെല്ലടിക്കുമ്പോൾ എക്സാമിന് കയറുക. 1. രണ്ടാമത്തെ കാര്യം, ഞാൻ കഴിഞ്ഞ ദിവസം ആലോചിച്ചപ്പോഴത്തേക്ക് 2 കാര്യങ്ങളുണ്ട്. 1, എന്താണ് മറക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. എനിക്ക് 6, 8, 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ടീച്ചിങ്. അതുകൊണ്ട് എനിക്കറിയാം എന്താണ് നിങ്ങൾ മറക്കാന്നുള്ളത്. അത് ഞാൻ ഉണ്ടാക്കി തന്നോ. ഇനി രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ DME എക്സാം ഉടൻ തന്നെ വരും, ഇല്ലേ? DME എക്സാം ഉടൻ തന്നെ വരും. DME എക്സാം ഉടൻ തന്നെ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം DHS കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പരീക്ഷ കഴിയുമ്പോൾ മനസ്സിലാക്കാൻ നമുക്കൊരു ഐഡിയ വേണം, അല്ലേ? വേണം. അപ്പൊ അതിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക. നിങ്ങൾ ഏതൊക്കെ ആൻസർ ചെയ്തു എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സൈഡിൽ എഴുതിക്കൊണ്ട് വരണം. എടുത്തിരിക്കണം. മനസ്സിലായോ? അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾ ഏതാണ് ആൻസർ ചെയ്തത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സാധനം എന്ത് ചെയ്യല്, മാർക്ക് ചെയ്യരുത്. മാർക്ക് ചെയ്യാനുള്ള നിങ്ങൾ ചെയ്ത ആൻസർ മാത്രം. ബിക്കോസ് നമ്മളെ സംബന്ധിച്ചോളം ഞാൻ വേറൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലാ വൈസിലും നിങ്ങളുടെയും കൂടെ ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം വെച്ചാൽ, എല്ലാ ജില്ലയിലെയും ഒരു ആവറേജ് ഹയസ്റ്റ് മാർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾ എവിടെ നിൽക്കുന്നു, എന്താണ് നിങ്ങളുടെ പൊസിഷൻ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം, മെയ്യിലൊക്കെ റിസൾട്ട് അറിയുന്നതല്ലല്ലോ. മെയ് വരെ എന്നുള്ള ഗോൾഡൻ ടൈമാണ്. കാരണം DME നമുക്ക് എപ്പോ പ്രതീക്ഷിക്കാം?
DME മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരും. മാർച്ചിൽ ഇപ്പൊ കിട്ടുന്ന അറിവനുസരിച്ച് മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരും. എക്സാം വിൽ ബി ഇൻ ഓഗസ്റ്റ് ഓർ സെപ്റ്റംബർ ഓർ ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എക്സാം ഉണ്ടാവും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്ത് പോവാം. ടിക്ക് ചെയ്തതിന് തെറ്റില്ല. ടിക്ക് ചെയ്യാം. നിങ്ങളിപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് ചെയ്തത്. ഞാൻ ഇവിടെ ഉള്ള 99% പേരെ കുറിച്ചാണ് പറഞ്ഞത്. വിനീത കുറച്ചു പേര് അല്ല, 99% പേരെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അല്ല 99% പേരും സർക്കാർ ജോലിയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 99% പേരെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ള 2 കാര്യം, ഇപ്പോഴും നിങ്ങൾ ഉറപ്പിക്കാനുള്ള 2 കാര്യം. ഒരു കാരണവശാലും ഞാൻ എഴുതിയ ആൻസർ ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ ചെയ്തുകൊണ്ട് വരൂല എന്നുള്ള എനിക്കറിയാം. എന്നാലും GNM-നൊക്കെ എഴുതാം, അതൊന്നും കുഴപ്പമില്ല. എത്ര പറഞ്ഞാലും നിങ്ങൾ ചെയ്യാത്ത 2 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, അതിപ്പം പറയാൻ പറ്റില്ല കുഞ്ഞെ, നോട്ടിഫിക്കേഷൻ വരട്ടെ മസ്ത. ഒന്ന്, എക്സാമിന് 1 മണിക്കൂർ മുമ്പ് ഹോളിൽ ചെല്ലുക. 2, നിങ്ങൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ 100 ക്വസ്റ്റ്യനും നിങ്ങൾ ചെയ്ത ആൻസർ ഏതാണ് എന്നുള്ളത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ മാർക്ക് ചെയ്തുകൊണ്ട് വരിക. ഇത് 2 നിങ്ങൾ ചെയ്യുമല്ലോ, ചെയ്യൂലേ? ഏജ് ലിമിറ്റ് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല കുഞ്ഞെ. ഏജ് ലിമിറ്റ് നോട്ടിഫിക്കേഷൻ വരാതെ ഞാൻ ഇപ്പോഴെങ്കിലും പറയും. ബുക്ക് ഞാൻ വരുത്തുന്നില്ല, കുഴപ്പമില്ല. ഞാൻ അടുത്ത ദിവസം മുമ്പോട്ട് എന്നെ വിളിച്ചില്ലല്ലോ. ബുക്ക് തന്നില്ല, ബുക്കില്ല എന്ന് പറയും. നീ വരാൻ പറയും. ആ, okay, let us go back. So we are going to see about the teaching learning process. അത് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞില്ല, കുഴപ്പമില്ല, ഞാൻ വിളിച്ചോ. സോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്, വാട്ട് ഈസ്? ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പുറത്തെഴുതാം. അങ്ങനെയൊന്നും റെക്കമെൻഡേഷൻ നടക്കൂല സ്മിതേ. ഏജ് ഇൻക്രീസ് ചെയ്യണമെന്ന് നമ്മളെ സംബന്ധിച്ച് വിചാരിക്കുന്ന കാര്യമില്ല, അതൊക്കെ നിയമങ്ങളാണ്. സോ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. സോ വാട്ട് ഈസ് ടീച്ചിങ് ആൻഡ് വാട്ട് ഈസ് ലേണിംഗ്? എന്താണ് ടീച്ചിങ്, എന്താണ് ലേണിംഗ്? എന്താണ് ടീച്ചിങ്, എന്താണ് ലേണിംഗ്? Teaching is the process of stimulation. Teaching is the process of stimulation, guidance and കാൽക്കുലേറ്റർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലെ സംസാരിക്കാതെ. കാൽക്കുലേറ്റർ ഒരു പരീക്ഷയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും. Teaching is the process of stimulation, guidance and encouragement of students. Encouragement of students for learning. So what is teaching? എന്താണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? Teaching is the process of stimulation, guidance and encouragement of students for learning. അപ്പൊ ടീച്ചിങ് പ്രോസസ് is the process of stimulation, guide. അപ്പൊ ഞാനിപ്പോ ചെയ്യുന്ന എന്താണ്? നിങ്ങളെ പഠിക്കാൻ, എനിക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾക്കേ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളെ പഠിക്കാൻ വേണ്ടി ഞാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ പഠിക്കണം എന്നുള്ള ഗൈഡൻസ് ഞാൻ തരുന്നു. ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു? എൻകറേജ് ചെയ്യുന്നു. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് എന്ത് ടീച്ചിങ് എന്ന് പറയുന്നത്. നൗ വാട്ട് ഈസ് ലേണിംഗ്? What is learning? Learning is the acquiring of knowledge. Learning എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ എന്ത് ചെയ്യുന്നു? അറിവ് സംഭരിക്കുന്നു, അല്ലെ? അറിവ് സംഭരിക്കുന്നു. ഫോർ എന്തിനു വേണ്ടി? ഫോർ പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ. Permanent change and modification in behavior. See, simply, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു. എന്താണ്?
ഫിലോസഫി ഓഫ് ലൈഫ് ഞാനിന്ന് പഠിപ്പിച്ചു നിങ്ങളെ ഞാൻ ഫിലോസഫി ഓഫ് ലൈഫ് ഞാൻ പഠിപ്പിച്ചു. അപ്പോ ഒരാൾ വന്നിട്ട് നിങ്ങളോട് നിങ്ങള് ദൈവം നിങ്ങളെ ക്രിയേറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ തർക്കിക്കാൻ പോകില്ല. കാര്യം എന്താണ്? ഹീസ് ബിലീവിംഗ് ഇൻ വിച്ച് ഫിലോസഫി? ഹീസ് ബിലീവിംഗ് ഇൻ വിച്ച് ഫിലോസഫി? ഹീസ് ബിലീവിംഗ് ഇൻ ഐഡിയലിസം. അയാൾ ഐഡിയലിസ്റ്റിൽ ബിഹേവ് ചെയ്യുന്നു നമുക്ക് പറയാം. സോ ദാറ്റ് ഈസ് എ ചേഞ്ച്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയും? അല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്നൊക്കെ നമ്മൾ പറയാനിരിക്കും. ഇനിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയാം ഹിസ് ഫിലോസഫി ഈസ് ഐഡിയലിസം. അയാൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഐഡിയലിസം എന്നുള്ള ഫിലോസഫിയിലാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്ത്? ലേണിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ പറയുന്ന ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്ന് പറയുന്ന സംഭവം. ഇനി ഇതിനകത്ത് നമുക്ക് അറിയാനുള്ളത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. വി ഷുഡ് നോ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്. ചോദിക്കാറുണ്ട് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്. എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട് ടീച്ചിങ്ങില്? എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്? ഫസ്റ്റ് വൺ ഈസ് lecture method. What is lecture method? എന്താണ് lecture method? പറഞ്ഞു പോകണം. lecture method എന്ന് വെച്ചാൽ it is the careful presentation. What I am doing? Careful presentation of facts, organized thoughts and idea by qualified person. So ഇവിടെ എന്താണ്? അതിന്റെ നെഗറ്റീവ് വശമാണ്. ഇറ്റ് ഈസ് ആൻ വൺ വേ. എന്താണ് നെഗറ്റീവ് വശമാണ്? എന്തെന്ന് പറയുന്നത് വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണെന്നല്ലേ. അതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് നമ്മൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പക്ഷേ ഏറ്റവും മോസ്റ്റ് കോമൺ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? മോസ്റ്റ് കോമൺ മെത്തേഡ് ആണ് വാട്ട് യു കോൾ ആസ് എന്തെന്ന് പറയുന്നത് ലെക്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ലെക്ചർ മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് എ കെയർഫുൾ പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ്. ശരി, ഞാൻ ചെയ്യുന്നത് എന്താണ്? ഫാക്ട്സ് പറയുന്നു, ശരിയാണെന്ന് തോന്നുന്നില്ല, ഐഡിയാസ് പറയുന്നു ബൈ എ ക്വാളിഫൈഡ് പേഴ്സൺ. ദാറ്റ് ഈസ് കോൾഡ് ആസ് ലെക്ചർ. ആൻഡ് ഇറ്റ് ഈസ് ആൻ വൺ വേ, as you say, one way communication. It's an one way communication. It's an one way communication which teacher talks continuously. And students have right to note down, right to listen and note down. എന്താണോ പറയുന്നത് എഴുതിയെടുക്കുക, അതുപോലെ തന്നെ എന്താണ് ലിസൺ ചെയ്യുക. ഇതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയാ? വാട്ട് വി കോൾ ആസ് ലെക്ചർ മെത്തേഡ് എന്ന് പറയുക. സോ ലെക്ചർ മെത്തേഡ് ഇസ് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ വിച്ച് ടീച്ചർ ടോക്സ് continuously and students have only right to listen and note down. Now it is the most common method of teaching. ചോദ്യം വരിക, മെത്തേഡ് ഓഫ് ടീച്ചിങ്ങിന്റെ ഏറ്റവും കോമൺ മെത്തേഡ് ഏതാണ്? ദാറ്റ് ഈസ് എ ലെക്ചർ അല്ലെ. ലെക്ചർ ആണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പൊ ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കെയർഫുൾ പ്രസന്റേഷൻ ഓഫ് ഫാക്ട്സ്. ഇതിനകത്ത് ബേസിക്കലി മനസ്സിലാക്കാനുള്ളത് ടീച്ചർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, സ്റ്റുഡൻസിന് ഇടപെടാനുള്ള അവസരം ഉണ്ടോ? അങ്ങനെ വരുമ്പോ നമ്മൾ ലെക്ചർ അല്ലല്ലേ, ഉണ്ടോ? ഇല്ല. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ലെക്ചർ. ദ സെക്കൻഡ് വൺ ഈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഓർ ഡിസ്കഷൻ മെത്തേഡ്. ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെങ്കിൽ ഡിസ്കഷൻ മെത്തേഡ്. Group discussion or discussion method. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണിത്?
It is a cooperative problem solving activity. Problem solving, നമ്മുടെ ഒരു മിക്സഡ് മെത്തേഡാണ്. സോൾവിംഗ് ആക്ടിവിറ്റി. Cooperative problem solving activity to find out consents, find out solution for a problem. ഒരു പ്രോബ്ലം എറൈസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. ദാറ്റ് ഇസ് വാട്ട് വി കോൾ ആസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, സോ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു പ്രോബ്ലം എറൈസ് ചെയ്തു. ആ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ചുറ്റുമിരുന്ന് നമ്മൾ ഇരുന്ന് സംസാരിച്ച് അതിനൊരു കൺകറൻസ് ഉണ്ടാക്കി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലൊരു തീരുമാനത്തിലെത്തുന്നു. ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ദെൻ തേർഡ് വൺ ഈസ് പാനൽ ഡിസ്കഷൻ. Panel discussion. What is panel discussion? It is a small group discussion for the benefit of larger group. അതായത് ഒരു വിഷയം ഒരു വിഷയം അതിന്റെ എക്സ്പെർട്സ് 3-4 പേര് ഇരുന്ന് ഡിസ്കസ് ചെയ്യും. അത് കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവില്ലേ? അതായത് ഒരു വിഷയം ദ ടോക്ക് ഓഫ് ക്വാളിഫൈഡ് പേഴ്സൺസ് സേ എത്ര പേരുണ്ടാവും? 48% അല്ലെ, 4 തൊട്ട് talk of qualified persons on a topic. So same channel discussions. അതായത് ഇപ്പോഴത്തെ ചാനൽ ഡിസ്കഷൻ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഇപ്പോഴത്തെ ചാനൽ ഡിസ്കഷൻ പറയാൻ ഇവിടുത്തെ ചാനൽ ഡിസ്കഷനിൽ ചെയർമാൻ ഓഫ് ദ panel should be neutral referee. ഇപ്പൊ ചാനൽ ചർച്ച പറയാൻ പറ്റുമോ? ന്യൂട്രൽ റെഫറി. ഇതിനകത്ത് ഇപ്പൊ ഗ്രൂപ്പ് ക്വാളിഫൈഡ് പേഴ്സൺസ് ആകുമ്പോൾ പല വ്യൂ പോയിന്റ്സ് പറയുമല്ലേ? ഇപ്പോഴത്തെ അതിന് നമ്മുടെ ഇപ്പോ ഇതിന്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതിൽ നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നടന്ന നല്ലൊരു കാര്യം ചർച്ച എന്ന് വെച്ചാൽ നമ്മുടെ കോവാക്സിനെ കുറിച്ചുള്ള ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പല എക്സ്പേർട്സ് ഉണ്ടായിരുന്നു അല്ലെ? കോവാക്സിനെ കുറിച്ചുള്ള ചാനൽ ഡിസ്കഷൻസ് ഉണ്ടായപ്പോ അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് തന്നെ ചെയർമാൻസ് എന്തായിരുന്നു? ന്യൂട്രൽ റെഫറി തന്നെയായിരുന്നു. ഇപ്പോ ഓരോ ഡോക്ടേഴ്സ് അവരുടേതായ അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു അല്ലെ? ഓരോ ഡോക്ടേഴ്സ് അവരുടേതായ അഭിപ്രായം പറയുന്നത് തേർഡ് ഫേസ് കഴിയാത്തത് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ റാൻഡ് വൈസ്, ചിലർ പറയുന്നു റാൻഡ് വൈസറൊക്കെ നമ്മൾ തേർഡ് ഫേസിൽ വെയിറ്റ് ചെയ്തില്ല, നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ ഇതെന്താണ്? ദാറ്റ് ഈസ് എ പാനൽ ഡിസ്കഷൻ വേർ സ്മോൾ ഗ്രൂപ്പ് 4 to 8 people will discuss for the benefit of the larger people, larger population benefit വേണ്ടി. Here it should, you remember, chairman of the panel should act as a neutral referee. Clear? Next is symposium. What is symposium? എന്താണ്? ഇവിടെ എന്തിനാണ് വിച്ച് ഈസ് വെരി സെയിം ആസ് ദ പാനൽ ഡിസ്കഷൻ. പാനൽ ഡിസ്കഷൻ പോലെയൊക്കെ തന്നെയാണ്. ആകെ വ്യത്യാസം എന്താണ്? the audience have the choice അല്ലെ? ഓഡിയൻസിന് എന്തുണ്ട്? ഓഡിയൻസിന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതില്? സിമ്പോസിയത്തില് ഓഡിയൻസിന് അഭിപ്രായം പറയാനുള്ള, അല്ലെങ്കിൽ ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് സിമ്പോസിയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ എന്താണ്? 2 or more
person under the direction of chairman presents a topic, presents several series of speech with a different opinion, with a different view. അവരുടേതായ ഒരു പ്രോബ്ലത്തിന് അവരുടേതായ പല വ്യൂസിൽ ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാണുന്ന ഒരു സാഹചര്യം ഏതാണ്? ഈ അടുത്തൊരു വിവാദമായ ഒരു സാധനമാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഒരു ഇന്റർവ്യൂ, അല്ല ഒരു സിംബോസിയം. അതായത് അത് ചോദ്യം ചോദിക്കാൻ, അതായത് അയാളുടെ വ്യൂസ് പറഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കാനുള്ള അയാള് എന്തുകൊണ്ടാണ് ഇപ്പൊ കവിത എഴുതാത്തത് ചോദിക്കുമ്പോൾ അയാൾ നല്ല മുട്ട മറുപടിയും കൊടുക്കുന്നത്. അതാണ് വാട്ട് വി കോൾ ആസ് എന്ത് സിംബോസിയം. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഫേസ്ബുക്കിൽ കൂടുതൽ കാണുന്ന കനയ്യകുമാറിനെ ചൊറിയാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും, കനയ്യകുമാർ വാരി നിലക്കടിക്കുന്ന സിറ്റുവേഷൻസ് കാണാറുള്ള നിങ്ങൾ. കനയ്യകുമാറിനെ ചൊറിയാൻ വേണ്ടി എന്തെങ്കിലും പറയും, കനയ്യകുമാർ വാരി നിലത്തടിക്കുന്നത്. ഇതാണ് സംഭവം വാട്ട് വി കോൾ ആസ് സിംബോസിയം. ഇവിടെ എന്താണ്? ഇവിടെ പാർട്ടി ആഫ്റ്റർ the present speech by experts, after the speech by experts, participant or audience discussion is allowed. Okay? ഓഡിയൻസിനും ചോദ്യം ചോദിക്കാനുള്ള അവസരം, ആദ്യം അവരുടെ വ്യൂ പോയിന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഓഡിയൻസിനും എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ വ്യൂ പോയിന്റ് അവതരിപ്പിക്കാനുള്ള അവസരം ഉണ്ടോ? ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് ദ സിംബോസിയം. അപ്പൊ പാനൽ ഡിസ്കഷനും സിംബോസിയം തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? So next one is role play. Role playing. What is role playing? എന്താണ്? It's nothing but it is a dramatic approach to learning. So we use എന്താണ്? ഡ്രാമാസ്, അല്ലെ? നമ്മൾ ഡ്രാമ ഉണ്ടാക്കും, അല്ലെ? ഡ്രാമറ്റൈസ് ചെയ്യും. ഒരു എന്താ ഒരു പഠിക്കാനുള്ള സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഡ്രാമറ്റൈസ് ചെയ്ത് അവതരിപ്പിക്കുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. അല്ല, നമ്മള് സൈക്കോ ഡ്രാമ പോലുള്ള സാധനങ്ങൾ ഒരു റൂറൽ പോപ്പുലേഷൻ അവർക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളവരാണ്. കേരളത്തിൽ പഠിച്ചവരാണെങ്കിൽ റോൾ പ്ലേ ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടില്ലേ? അതായത് നാടക രൂപേണ അവതരിപ്പിക്കുന്നു. അത് തന്നെ സാധനം. ദാറ്റ് ഈസ് റോൾ പ്ലേയിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് തെരുവ് നാടകം പോലെ ഒരു നമ്മൾ ഹെൽത്ത് ആയിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ. ദെൻ വാട്ട് ഈസ് മൈക്രോ ടീച്ചിങ്? വെരി വെരി ഇമ്പോർട്ടന്റ്. മൈക്രോ ടീച്ചിങ് ചോദിച്ച് കാണുന്ന ഒരു സാധനം. മൈക്രോ ടീച്ചിങ്. വാട്ട് ഈസ് മൈക്രോ ടീച്ചിങ്? ഇറ്റ് ഈസ് എ miniature teaching to practice. എന്ത് പ്രാക്ടീസ് ചെയ്യാൻ? It's a miniature teaching to practice acquiring mastery in vertebrate skills. എന്തോ ഇതൊക്കെ മാസ്റ്ററി ഇൻ വെർട്ടിബ്രേറ്റ് സ്കിൽസ്. എന്താണ്? ഇറ്റ് ഈസ് ദ മിനിയേച്ചർ ടീച്ചിങ് ടു പ്രാക്ടീസ് ടീച്ചിങ് സ്കിൽസ്. എങ്ങനെ പഠിപ്പിക്കണമെന്ന് പഠിക്കുന്ന ടീച്ചിങ്ങിനെയാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്നത്. വാട്ട് വി കോൾ ആസ് മൈക്രോ ടീച്ചിങ്. അപ്പൊ മൈക്രോ ടീച്ചിങ് എന്തിനാണ്? മൈക്രോ ടീച്ചിങ് ഇസ് ദ മിനിയേച്ചർ ടീച്ചിങ് ടു പ്രാക്ടീസ് ടീച്ചിങ് സ്കിൽസ് പ്രാക്ടീസ് ചെയ്യാനുള്ള മിനിയേച്ചർ ടീച്ചിങ്ങിനെയാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്നത് മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ?
ഇന്നലെ ക്ലാസ് ലെന്ത് എത്രയാ? ക്ലാസ് ടൈം 5 to 10 minutes. ചോദ്യം വരിക 5 to 10 minutes ആണ്. 5 to 10 minutes ആണ് ക്ലാസ് ടൈം. And group should be 4 to 6. 4 മുതൽ 6 വരെ കുട്ടികളെ പാടുള്ളൂ. അപ്പോ ചെറിയ സമയത്ത് ഈ മൈക്രോ ടീച്ചിങ് എന്തിന്റെ റൂറൽ ഏരിയാസിലെ റോൾ പ്ലേ അത് നമ്മൾ ബേസിക് നമ്മളെ എന്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കിക്കോളാം. നമ്മുടെ കോമൺ സെൻസിൽ നമ്മുടെ റൂറൽ ഏരിയാസിൽ നമ്മൾ പോയിട്ട് മൈക്രോ ടീച്ചിങ്ങും ഡിസ്കഷനും ഇതൊന്നും പറ്റില്ല. അവിടെ എന്തേ പറ്റുള്ളൂ? ഹെൽത്ത് ടീച്ചിങ്. റൂറൽ ഏരിയ ഹെൽത്ത് ടീച്ചിങ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഏതാ? റോൾ പ്ലേ ആണ്. Okay, so that is about the micro teaching. Micro teaching is on. Then next one is seminar. What is seminar? എന്താണ് സെമിനാർ എന്ന് പറഞ്ഞാൽ? സെമിനാർ എന്താണ്? What is seminar? It is the exchange of ideas in a particular area. ഓക്കെ. എന്റെ അമ്മോ, എന്റെ നമ്പർ തെറ്റിപ്പോയെന്ന് നിങ്ങൾ അറിയാതെ. It is the exchange of ideas in a particular, എന്റെ ടീച്ചിങ് പ്രാക്ടീസ് BSc നഴ്സിംഗ് പഠിച്ചപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന്റെ ഫസ്റ്റ് ടോപ്പിക്കാണ് പർട്ടിക്കുലർ ഏരിയ. ഒരു പർട്ടിക്കുലർ ഏരിയയിലുള്ള എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ്, അല്ലെ? എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ആണ് വാട്ട് ഈസ് കോൾഡ് ആസ് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് കോൾഡ് ആസ് സെമിനാർ. ഇവിടെ എന്താ ചെയ്യുന്നത്? there is a chair expert students exchange ideas under the supervision of expert chairman, expert teacher. ഇവിടെ എന്താണ്? ഒരു എക്സ്പേർട്ട് ഇരിപ്പുണ്ടാവും, എക്സ്പേർട്ട് ടീച്ചർ ഇരിപ്പുണ്ടാവും. അവിടെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ ഈ പാനൽ ഡിസ്കഷനിലെ എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റഫറി ആണല്ലേ, ആ പാനലിനെ നിയന്ത്രിക്കുന്ന റഫറിയാണ്. ഇവിടെ ഉള്ള എക്സ്പേർട്ട് ടീച്ചർ അല്ലെങ്കിൽ സൂപ്പർവൈസർ ആരാണ്? ഈ സബ്ജക്റ്റിൽ എക്സ്പേർട്ട് ആണ്. അപ്പൊ ഈ പറയുന്ന കുട്ടി എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയുകയോ അല്ലെങ്കിൽ ആ കുട്ടി പറയുന്നത് ശരിയല്ലെങ്കിൽ അത് തിരുത്താനുള്ള അധികാരമുള്ള ആളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന എക്സ്പേർട്ട് ടീച്ചറാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് സെമിനാർ. സെമിനാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു? പ്രസന്റ് ചെയ്യുന്നു ഇൻ ദ സൂപ്പർവിഷൻ ഓഫ് എ ടീച്ചർ. ഒരു ടീച്ചറുടെ സൂപ്പർവിഷനിൽ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ആ ടീച്ചറിനെക്കാട്ടി ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ഒരാള് ഐഡിയാസ് പറയുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് സെമിനാർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഡെഫിനിഷൻ ഇട്ട് ചോദിക്കും കേട്ടോ. ഇതൊക്കെ ഡെഫിനിഷൻ ഇട്ട് എവിടെ ചോദിക്കും? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സിമുലേഷൻ. വാട്ട് ഈസ് സിമുലേഷൻ? എന്താണ് സിമുലേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് സിമുലേഷൻ? എന്താണ് സിമുലേഷൻ? ഇറ്റ് ഈസ് ദ ഇമിറ്റേഷൻ ആണല്ലേ, ഇമിറ്റേഷൻ ആണ്. ഓർ റീപ്രൊഡക്ഷൻ ഓഫ് റിയൽ ലൈഫ് സിറ്റുവേഷൻ. എന്താണോ റിയൽ ലൈഫിൽ ഉണ്ടാവുന്നത് അതിനെ അതുപോലെ റീക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് സിമുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ ഇഷ്ടംപോലെ സിമുലേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ കാർഡിയാക് അറസ്റ്റ് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് മാനേജർ CPR കൊടുക്കുന്ന നമ്മുടെ സിമുലേറ്റർ ഏതാ? CPR ഈ പറയുന്ന നമ്മൾ പറയുന്ന CPR ഡിവൈസ്, അതിന് സിമുലേറ്റർ എന്നാ പറയാ. അതുപോലെ തന്നെ നമ്മൾ കാനുലേഷൻ പഠിക്കുന്ന ഡമ്മി, അത് സിമുലേറ്റർ ആണ്. അപ്പൊ റിയൽ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെയാണോ, അല്ലെ റീപ്രൊഡക്ഷൻ ഓഫ് റിയൽ ലൈഫ് സിറ്റുവേഷൻ ഫോർ ലേണിംഗ്, പഠിക്കാൻ വേണ്ടി ആ റിയൽ ലൈഫ് സിറ്റുവേഷനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്നത് സിമുലേഷൻ എന്ന് പറയുന്നത്. സിമുലേഷൻ ഈസ് ദ imitation or reproduction of real life situation for learning. Clear? Next one is
Next one is process recording. What is process recording? What is process recording? എന്താണ് process recording എന്ന് പറഞ്ഞാൽ? What is process recording? എന്താണ്? Written report of communication. നമ്മൾ ഒരാൾ ഞാനും നിങ്ങളും സംസാരിക്കുന്നതിന് ഇൻ റൈറ്റിംഗ് ആക്കി, ഞാൻ ഇന്നത് പറഞ്ഞു, നിങ്ങൾ ഇന്നത് പറഞ്ഞു, അടുത്ത് ഞാൻ ഇന്നത് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള റിട്ടേണിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് എന്ത്? പ്രോസസ് റെക്കോർഡിംഗ് എന്ന് പറയാം അല്ലെ. സോ റിട്ടേൺ റിപ്പോർട്ട് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ ഇസ് കോൾഡ് ആസ് എന്ത്? റിട്ടേൺ റിപ്പോർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് കോൾഡ് ആസ് എന്ത്? പ്രോസസ് റെക്കോർഡിംഗ്. ക്ലിയർ? ക്ലിയർ? Yes. Now we are going to see about AVAs. AVAs. What is AVAs? എന്താ AVAs എന്ന് പറഞ്ഞാൽ? What is AVAs? AVAs or audio visual aids. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്? നമുക്കറിയാനുള്ളത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. ക്ലാസിഫിക്കേഷൻ ആണ് നമുക്കറിയാനുള്ളത്. എന്ന് വെച്ചാൽ ഓഡിയോ എയ്ഡ്സ് ഏത്, വീഡിയോ എയ്ഡ്സ് ഏത്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഏത്. ഓഡിയോ എയ്ഡ്സ് ഏതൊക്കെയാ? ഓഡിയോ എയ്ഡ്സ് ക്വസ്റ്റ്യൻ ചോയ്സിൽ അതേ ചോദിക്കില്ല. ഓഡിയോ എയ്ഡ്സ് ഏതൊക്കെയാ? ലിസ്റ്റ് ചെയ്ത ഓരോന്നൊക്കെ. യൂസ് ഓഫ് ലാംഗ്വേജ്. യൂസ് ഓഫ് ലാംഗ്വേജ്, ഏത് ഭാഷയിലാണോ ഞാൻ സംസാരിക്കുന്നത് ദാറ്റ് ഈസ് ആൻ ഓഡിയോ എയ്ഡ്. യൂസ് ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജ് ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെ വരും. യൂസ് ഓഫ് ലാംഗ്വേജ് ഈസ് ആൻ ഓഡിയോ എയ്ഡ്. റേഡിയോ, നിങ്ങൾ പറഞ്ഞല്ലോ, റേഡിയോ ഈസ് ആൻ ഓഡിയോ എയ്ഡ്. ടേപ്പ് റെക്കോർഡർ. ടേപ്പ് റെക്കോർഡർ ഈസ് ആൻ ഓഡിയോ എയ്ഡ്. ഗ്രാമഫോൺ. ഗ്രാമഫോൺ ടിവിയാ, ഒരു ഗ്രാമഫോൺ. ദീസ് ആർ ഓഡിയോ എയ്ഡ്സ്. നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെ. നെക്സ്റ്റ് വൺ ഈസ് വിഷ്വൽ എയ്ഡ്സ്. വിഷ്വൽ എയ്ഡ്സ് എന്തൊക്കെയാ? ടി വി വിഷ്വൽ എയ്ഡ് അല്ല. വൺ ഈസ് ബുള്ളറ്റിൻ ബോർഡ്സ്. ബുള്ളറ്റിൻ ബോർഡ് പിന്നെന്താ? ചാർട്ട്. ചോക്ക് ബോർഡ്. ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്, അതിന്റെ പേരൊക്കെ പറയാൻ വന്നതാ. ചോക്ക് ബോർഡ്, പിന്നെന്താ? ഫ്ലാനൽ ബോർഡ്. പിന്നെന്താ? സ്ലൈഡ്സ്. OHP, ഓൺ ഹെഡ് പ്രൊജക്ടർ ഈസ് സംതിങ് ഡിഫറെന്റ്. ഓൺ ഹെഡ് പ്രൊജക്ടർ ഇതിനകത്ത് പറയരുത്. ഓൺ ഹെഡ് പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊജക്റ്റഡ് ഏരിയഡ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഓൺ ഹെഡ് പ്രൊജക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രൊജക്റ്റഡ് ഏരിയഡ് ആണ്. പ്രൊജക്റ്റഡ് നോൺ പ്രൊജക്റ്റഡ് നോക്കുമ്പോൾ പ്രൊജക്റ്റഡ് ഏവിയഡ് ഉണ്ട്, നോൺ പ്രൊജക്റ്റഡ് ഏവിയഡ് ഉണ്ട്. അതിൽ പ്രൊജക്റ്റഡ് ഓവിയഡ് ആണ് OHP. OHPയിൽ ഇരുന്ന സ്ലൈഡ് അല്ലെങ്കിൽ ഫിലിം എന്താണ്? വിഷ്വൽ എയ്ഡ് ആണ് അല്ലെ. Then posters, exhibits, models, map, ഒരെണ്ണം കൂടെ പറഞ്ഞു അവസാനിക്കാം. പിന്നെന്തുണ്ട്? സ്പെസിമെൻ. ബ്ലാക്ക് ബോർഡ്, ചോക്ക് ബോർഡ് പറഞ്ഞല്ലോ. സോ ദീസ് ആർ ദ വിഷ്വൽ എയ്ഡ്സ്. അപ്പോ ഇതിനകത്ത് ഓർത്ത് വെച്ചോളം ഇതൊക്കെ ബുള്ളറ്റിൻ ബോർഡ്, ചാർട്ട്, ചോക്ക് ബോർഡ്, ഫ്ലാനൽ ബോർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫ്ലാനൽ ബോർഡ്. എക്സിബിറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പെസിമെൻ പോലുള്ള സാധനങ്ങൾ, എക്സിബിഷൻ വെക്കുന്ന സാധനങ്ങൾ എക്സിബിഷൻ എന്ന് പറയാം. ഇപ്പൊ ഒരു സ്കൾ എടുത്ത് വെച്ചാൽ അതൊരു എക്സിബിറ്റ് ആണ്. പപ്പറ്റ് ഷോ, whether it is an audio aid or video aid,
or audio visual aid? Puppet is a puppet show AV aid ആണ്, audio visual ആണ്. Third one is audio visual aid. നിങ്ങൾ എല്ലാവരും പറഞ്ഞ audio visual aid. നിങ്ങൾ എല്ലാവരും പറഞ്ഞ എന്ത്? TV, then computer, then സിനിമകൾ. Virtual classroom, that's a good thing. Virtual classroom itself. Then demonstrations. ഈ ഡെമോൺസ്ട്രേഷൻസിൽ വരുന്നതാണ് എന്ത്? പപ്പറ്റ് ഷോ, റോൾ പ്ലേയിങ് ഒക്കെ കേട്ടാ. ഡെമോൺസ്ട്രേഷൻസിൽ വരുന്നതാണ് എന്ത്? പപ്പറ്റ് ഷോ ഒക്കെ കേട്ടാ. Then video tapes, അതായത് പഴയ VCD ഒക്കെ ഇട്ട് കാണുന്ന സാധനം. വീഡിയോ ടേപ്സ്, LED, LCD. ഇത്രയും മതി. So these are the audio visual aids. Clear? So now we have to know about, now we have to go for next thing, that is what you call as, ഇത്രയും എക്സാമ്പിൾ ഓർമ്മ വേണേ ചോദിക്കും കേട്ടോ. What you call as, sorry, ഞാനത് പറഞ്ഞില്ല. So ഈ audio visual aids can be divided into രണ്ട് തരത്തിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓഡിയോ എയ്ഡ്, വീഡിയോ എയ്ഡ്, വിഷ്വൽ എയ്ഡ് എന്നുള്ളത് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ we can divide it into projected and non projected. First one is division is projected. ഏതൊക്കെയാ പ്രൊജക്റ്റഡ്? ഏതൊക്കെയാ? ഇത്രയും നാളായിട്ട് സ്വന്തം പേരിൽ ക്ലാസ് വരാത്ത ആൾ ക്ലാസ് ചെയ്യിക്കണം. പ്രൊജക്റ്റഡ് ഏതൊക്കെയാ? ഓൺ ഹെഡ് പ്രൊജക്ടർ, OHP. പിന്നെന്താ? സ്ലൈഡ് പ്രൊജക്ടർ. വേറൊരു പേര് കേട്ടിട്ടുണ്ട്, എപ്പിഡയാസ്കോപ്പ് എന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എപ്പിഡയാസ്കോപ്പ് അങ്ങനെ സാധനമുണ്ട്. ഇപ്പോഴൊന്നും പണ്ടൊക്കെ ഉണ്ടായിരുന്നു. എപ്പിഡയാസ്കോപ്പ്, ദാറ്റ് ഈസ് എ പ്രൊജക്റ്റഡ് ഏരിയ കേട്ടാ. എപ്പിഡയാസ്കോപ്പ്. ദെൻ പിന്നെന്താ? TV, കമ്പ്യൂട്ടർ, ഇതെല്ലാം പ്രൊജക്റ്റഡ് ആണ്. പ്രൊജക്റ്റഡ് മീൻസ് ദർ ഇസ് എ സ്ക്രീൻ അല്ലെ, നമുക്ക് സ്ക്രീനിലൂടെ കാണാൻ കഴിയും. ഇതൊക്കെ പ്രൊജക്റ്റഡ് ഏരിയേഴ്സ് ആണ്. ദെൻ LCD. ഇതിന്റെ എക്സാമ്പിളിട്ട് ചോദിച്ചത് ഓർത്തോളെ. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് ആയി. ദെൻ സെക്കൻഡ് വൺ ഈസ് നോൺ പ്രൊജക്റ്റഡ്. ഏതൊക്കെയാ? നേരത്തെ നമ്മൾ പറഞ്ഞ വിഷ്വൽ എയ്ഡ്സിലുള്ള ഒരുവിധം എല്ലാം വരും. ബോർഡ്, ചാർട്ട്, ഈവൻ റേഡിയോ ഇസ് നോട്ട് പ്രൊജക്റ്റഡ്. റേഡിയോ, ദെൻ ബുക്ക്ലെറ്റ്, ആൽബം. നിങ്ങളാണ് സിനിമ ആൽബം, വീഡിയോ ആൽബം അല്ല. ഈ ആൽബം എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ കല്യാണ ആൽബം പോലത്തെ ആൽബം. സോ ദീസ് ആർ എന്താണ്? നോൺ പ്രൊജക്റ്റഡ് ഏരിയേഴ്സ്. ന്യൂസ് പേപ്പർ, പാംലെറ്റ്, അങ്ങനെ കുറെ ഉണ്ട്. മോഡൽസ്, സ്പെസിമൻ, ഇതൊക്കെ എന്താണ്? വാട്ട് യു കോൾ ആസ് നോൺ പ്രൊജക്റ്റഡ് ഏരിയേഴ്സ്. സോ നൗ വി ആർ going into the next topic, that what we call as evaluation. What do you mean by evaluation? നമ്മൾ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് കണ്ടു. ഇനി നമുക്ക് അത് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേഷൻ, ഇതിനാണ് ചോദ്യം വരുന്ന അടുത്ത സ്ഥലം. ഇവാലുവേഷൻ, വാട്ട് യു മീൻ ബൈ ഇവാലുവേഷൻ? എന്താണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ജഡ്ജിങ്. It is the process of judging the work
ഓർ വാല്യൂ. ഒരു കാര്യത്തിന്റെ എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അത് എത്രത്തോളം വർത്താണ്, അതിന് എത്രത്തോളം വിലയുണ്ട് എന്ന് ജഡ്ജ് ചെയ്യുന്നതിനാണ് വാട്ട് വി കോൾ ആസ് എന്തെന്ന് പറയുന്നത് എന്നതല്ല ഇവാലുവേഷൻ എന്ന് പറയുന്നത്. When it comes into education, evaluation means in education, evaluation means എന്താണ് എഡ്യൂക്കേഷൻ ഇവാലുവേഷൻ എന്താണ്? അതെ ഇവിടെ ആരോ പറഞ്ഞു, ജോസ്മി പറഞ്ഞതുപോലെ to what extent educational objectives are being realized. അതായത് നമ്മളൊരു ഒബ്ജക്റ്റീവ് വെച്ചല്ല, അതായത് ഈ കോഴ്സ് കഴിയുമ്പോ അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിയുമ്പോ എന്ത് വേണം? യു ഹാവ് ടു ഗെറ്റ് എന്താണ്? ഏവിയേഷന്റെ ടൈപ്പാണ്. ഈ കോഴ്സ് കഴിയുമ്പോൾ യു ഹാവ് ടു ഗെറ്റ് ദ ഗവൺമെന്റ് ജോബ്. ദാറ്റ് ഈസ്. അപ്പൊ അത് എത്രത്തോളം നിങ്ങൾ പഠിച്ചു, നിങ്ങൾ എത്രത്തോളം അതിലേക്ക് എത്തി എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എത്രത്തോളം എത്തി നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ അൾട്ടിമേറ്റ് ഇവാലുവേഷൻ എന്താണ്? അൾട്ടിമേറ്റ് ഇവാലുവേഷൻ എന്താണ്? അൾട്ടിമേറ്റ് ഇവാലുവേഷൻ ഈസ് എക്സാം അല്ലെ. അതായത് എക്സാമിനെ നമുക്ക് എന്തെന്ന് പറയാം? വി ഹാവ് ടു സീ ദ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ. ഇപ്പോ നമ്മൾ എന്നും ഇടുന്ന ഓൺലൈൻ ടെസ്റ്റ് സീരീസ് എന്ത് ഇവാലുവേഷൻ ആണ്? ഫസ്റ്റ് വൺ, ദാറ്റ് ഈസ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഓർ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ് നമ്മളിപ്പോ ഡെയിലി ചെയ്യുന്ന ഓൺലൈൻ എക്സാം. ദാറ്റ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്. Continuous evaluation process that starting എവിടെ സ്റ്റാർട്ട് ചെയ്യും? That starts from starting of program and end with the ending of program. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാനുള്ള എന്താണ്? നമ്മളിപ്പോ ഇരുന്ന ഓൺലൈൻ ടെസ്റ്റ് അല്ല എന്താണ് ചോദിക്കും കേട്ടോ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് ചോദിക്കും. ഫോർമേറ്റീവ് ഇവാലുവേഷൻ ഉണ്ട്, സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്ന് ചോദിക്കും. അത് എപ്പോഴും ചോദിക്കുന്ന ഒരു സാധനമാണ്. അത് മനസ്സിലാക്കി വെച്ചോണ്ടാണ് കേൾക്കാൻ. അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷനോ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്. ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. എവിടം തൊട്ട് എവിടം വരെ? ഒരു കോഴ്സ് തുടങ്ങുമ്പോൾ തൊട്ട് ആ കോഴ്സ് അവസാനിക്കുന്നവരെ. അതായത് നമ്മൾ ഇടുന്ന ഓൺലൈൻ എക്സാംസ്, ദാറ്റ് ഈസ് ദ ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെ. നമ്മൾ ഇടുന്ന ഓൺലൈൻ എക്സാംസ് എല്ലാം എന്താണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ. ഇത് ഡയഗ്നോസ്റ്റിക് ആണ്. നിങ്ങൾ എത്ര വരെ പഠിച്ചു, എന്തുവരെ പഠിച്ചു എന്നൊക്കെ അറിയാനുള്ള ഡയഗ്നോസിസും കൂടെയാണ് ഇത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അതേസമയം നമ്മൾ എവൈറ്റ് ചെയ്യുന്നത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. സമ്മേറ്റീവ് ഇവാലുവേഷൻ ഓർ സർട്ടിഫൈയിങ് ഇവാലുവേഷൻ. Certifying evaluation. Summative evaluation or certification, it is എപ്പോഴാണ് ചെയ്യുന്നത്? At the end of the program. To decide the merit of student. നിങ്ങൾ എത്രത്തോളം എത്തി അല്ലെങ്കിൽ നിങ്ങളുടെ മെറിറ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്ത് ചെയ്യുന്നത്? സമ്മേറ്റീവ് ഇവാലുവേഷൻ ചെയ്യുന്നത്. സോ ചോദിക്കാറുണ്ട് ഫോർമേറ്റീവ് ഇവാലുവേഷനും സമ്മേറ്റീവ് ഇവാലുവേഷനും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്താണ്? ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഇവാലുവേഷൻ പ്രോസസ്. അത് എപ്പോഴാണ്? അതായത് നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഓൺലൈൻ എക്സാം എല്ലാം എന്താണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ ആണ് അല്ലെ. നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഓൺലൈൻ എക്സാംസ് എല്ലാം എന്താണ്? ഫോർമേറ്റീവ് ഇവാലുവേഷൻ. പക്ഷെ നമ്മൾ എഴുതാൻ പോകുന്ന PSC എക്സാം എന്താണ്?
ഇത് സമ്മേറ്റീവ് വാല്യുവേഷൻ ആണ്. ക്ലിയർ? Now tools used during evaluation. Tools used. Tools used during evaluation. എന്തൊക്കെ ബോർഡിൽ കൈവയ്ക്കലെന്ന് പറഞ്ഞ് എനിക്ക് ആളുടെ പേര് കിട്ടിയില്ല. പേര് കിട്ടി കഴിഞ്ഞാൽ എപ്പോ എടുത്ത് പുറത്താക്കി. ടൂൾസ് യൂസ്ഡ് ഡ്യൂറിംഗ് ഇവാലുവേഷൻ. ഇവാലുവേഷൻ ഉപയോഗിക്കുന്ന ടൂൾസ് എന്തൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് റേറ്റിംഗ് സ്കെയിൽ. എന്തൊക്കെയാണ്? That is the rating scale or direct observation. ഇതെന്താ ചെയ്യുന്നത്? ഇതിലെന്താ റേറ്റിംഗ് സ്കെയിൽ എന്താ ചെയ്യുന്നത്? set of characteristics to be judged by another person. അതായത് ഇപ്പോ എക്സാമ്പിൾ എന്താ പറയാ? പെയിൻ സ്കെയിൽ അല്ലെ? പെയിൻ സ്കെയിൽ. അതിനകത്ത് എന്തുണ്ട്? 10 വരെ പോയിന്റ് ഉണ്ട്. ഇതിൽ എത്രാമത്തെ ആണ് നിങ്ങൾ പറയുക? അതിനാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് അല്ലെ? സോ അപ്പൊ എന്താണ്? ഒരു സ്റ്റുഡന്റിന്റെ പെർഫോമൻസ് എക്സലന്റ്, വെരി ഗുഡ്, ഗുഡ്, അല്ലെങ്കിൽ സോറി പെയിൻ സ്കെയിൽ ഇല്ല കേട്ടോ. പെയിൻ സ്കെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എന്തുണ്ടാക്കുന്നു? പെർഫോമൻസ് സ്കെയിൽ ഉണ്ടാക്കും. പെർഫോമൻസ്. അതിന് ഒരു എക്സാമ്പിൾ നമ്മളെ നമ്മുടെ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളല്ലോ. അതെന്താ പറയാം? ചില ആൾക്കാർ സാറ്റിസ്ഫാക്ടറി എഴുതി വന്നതാണല്ലോ. ആ കോണ്ടാക്ട് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ദാറ്റ് ഈസ് എ പെർഫോമൻസ് സ്കെയിൽ ആണല്ലേ? ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് റേറ്റിംഗ് സ്കെയിൽ. നമ്മൾ ആവറേജ് ആണോ, എബോ ആവറേജ് ആണോ, സാറ്റിസ്ഫാക്ടറി ആണോ എന്ന് എഴുതുന്നത്. പ്രോഗ്രസ് കാർഡ് അല്ല, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് അല്ലെ? കണ്ടക്ട് സർട്ടിഫിക്കറ്റ്. അപ്പോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ആസ് എന്ത്? റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ next one is summated scale or Likert scale. എന്താണ് സമ്മേറ്റഡ് സ്കെയിൽ ആൻഡ് ലൈക്കേർട്ട് സ്കെയിൽ എന്ന് പറഞ്ഞാൽ? several questions with agree or disagree about attitude of a particular of the person. അതായത് ഇതൊരു സോഷ്യൽ എന്താണ്? സോഷ്യൽ ആറ്റിറ്റ്യൂഡ് മെഷറിംഗ് സ്കെയിൽ ആണ് അല്ലെ? സോഷ്യൽ ആറ്റിറ്റ്യൂഡ് മെഷറിംഗ് ആണ്. സോഷ്യൽ ആറ്റിറ്റ്യൂഡ് മെഷറിംഗ് സ്കെയിൽ ആണ്. ഇവിടെ എന്താണ്? ഇവിടെ എഗ്രി ഓർ ഡിസഗ്രി ക്വസ്റ്റ്യൻസ് ആണുള്ളത് അല്ലെ? വെദർ യു എഗ്രി ഓർ ഡിസഗ്രി, നിങ്ങൾ അത് എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസഗ്രി ചെയ്യുന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അവിടെ എന്താണ്? അവിടെ ചോദ്യം എല്ലാം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ? എഗ്രി ഓർ ഡിസഗ്രി എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നതിനാണ് നമ്മൾ സമ്മേറ്റഡ് സ്കെയിൽ ഓർ ലൈക്കർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. Clear? Then next one is checklist. എന്താണ്? ലിസ്റ്റിംഗ് ഓഫ് സ്റ്റെപ്സ്
ലിസ്റ്റിംഗ് ഓഫ് സ്റ്റെപ്സ് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതല്ല. ലിസ്റ്റിംഗ് ഓഫ് സ്റ്റെപ്സ്, ലിസ്റ്റിംഗ് ഓഫ് സ്റ്റെപ്സ് which the observer records when an incident occurs. ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ we will have a list of steps. ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. അതില് ഇയാളെ ചെയ്തോ ഇല്ലയോ എന്ന് മാർക്ക് ചെയ്ത് പോകണമെന്നാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്നത് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ചെക്ക് ലിസ്റ്റ് ക്ലിയർ? ഇനി അടുത്താണ് നമ്മൾ ഒരുപാട് എഴുതിയിട്ടുള്ളതായിരിക്കും. ഞാൻ ഒരുപാട് എഴുതിയിട്ടുള്ളതാണ്. അനക്ഡോട്ടൽ റിപ്പോർട്ട്. വാട്ട് ഈസ് അനക്ഡോട്ടൽ റിപ്പോർട്ട്? ഇറ്റ്സ് നത്തിങ് ബട്ട്, അനക്ഡോട്ട് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് പേടിയാവും. പക്ഷെ പേടിക്കാനുള്ള സാധനമല്ല അത്. ഇറ്റ് ഈസ് എ ബ്രീഫ് സ്പോട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷനെയാണ്, ഇൻസിഡന്റൽ ഡിസ്ക്രിപ്ഷനെയാണ് വാട്ട് വി കോൾ ആസ് അനക്ഡോട്ടൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എ വെർബൽ സ്നാപ്ഷോട്ട്, ഇങ്ങനെയും പറയാറുണ്ട്. വെർബൽ സ്നാപ്ഷോട്ട് ആണല്ലേ, വെർബൽ സ്നാപ്ഷോട്ട് ഓഫ് ആൻ ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റിന്റെ വെർബൽ സ്നാപ്ഷോട്ടിനെയാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്നത് അനക്ഡോട്ടൽ എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലൈന്റ് ബിഹേവിയർ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ബിഹേവിയർ, സ്പോട്ട് ഡിസ്ക്രിപ്ഷൻ, ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്നത് അനക്ഡോട്ടൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ? Next one is we have to know about guidance and counseling. ഏതൊന്നുകൂടെ പറയണം? ഒബ്സർവേഷണൽ ടൂൾ. ഏതൊന്നുകൂടെ പറയണം? ഓർത്തൊന്ന് ഏതായിരുന്നു? അനക്ഡോട്ടൽ റിപ്പോർട്ട്. അനക്ഡോട്ടൽ റിപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ ഒരു ഇൻസിഡന്റ്, നിങ്ങളിപ്പോ ഇഞ്ചക്ഷൻ കൊടുത്തത് എന്തായി, ഇഞ്ചക്ഷൻ IV കൊടുക്കാനുള്ള IM കൊടുത്തു. അപ്പൊ അതിന് നമ്മളൊരു അനക്ഡോട്ടൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യും. അല്ലെങ്കിൽ പറയണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന സംഭവം ഇന്ന സമയത്ത് ഇന്നതുപോലെ സംഭവിക്കാനുള്ളത് ഇന്നതുപോലെ സംഭവിച്ചു പോയി. ഇതിനെയാണ് വാട്ട് വി കോൾ ആസ് എന്ന് പറയുന്നത് അനക്ഡോട്ടൽ റിപ്പോർട്ട്. സോ ഇറ്റ് ഈസ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ഇൻസിഡന്റ്. ഒരു ഇൻസിഡന്റിന്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷനെയാണ് അനക്ഡോട്ടൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റിപ്പോർട്ട് ഈസ് സംതിങ് ഡിഫറന്റ്. ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ട് സെയിം അല്ല. ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് വെച്ചാൽ യു ഹാവ് ടു റൈറ്റ് ഡൗൺ എന്താണ് സംഭവിച്ചത്, അതിന്റെ കാര്യകാരണ സഹിതം എല്ലാം പറയണം. ഇവിടെ അതല്ല. ഇവിടെ എന്താണ്, ഒരു ചെറിയ ഡിസ്കഷൻ, എന്ത് സംഭവിച്ചു, എക്സ്പ്ലനേഷൻ ലെറ്ററും അല്ല, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മതി. അതിന് എക്സ്പ്ലനേഷനോ അതിന്റെ റീസണോ ഒന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വാട്ട് ഹാപ്പൻഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? വാർഡ് ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്? ഇൻസിഡന്റ് റിപ്പോർട്ടാണ്. Okay, so now we are going to see about guidance and counseling. സെയിം ആസ് വെർബൽ റിപ്പോർട്ട് മാത്രമല്ല, അത് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടൺ റിപ്പോർട്ടും ആവാം. ബ്രേക്ക് വേണോ? ഓക്കെ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് വി ക്യാൻ കം ആഫ്റ്റർ ദ ബ്രേക്ക്. എഡ്യൂക്കേഷൻ ആയതുകൊണ്ടാണല്ലേ.
ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് വി ക്യാൻ ഗോ ഇൻ ടു ഏതെങ്കിലും ഒരു ഇതിലേക്ക് പോവാം. ഏത് നമ്മുടെ ഒരു നമുക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കിലേക്ക് പോവാം. രസമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ പോവാം കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ അടുത്ത ദിവസം പോവാം. എഡ്യൂക്കേഷൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗും പിന്നെന്താണ് പിന്നെ കുറച്ചുണ്ട്. യൂണിറ്റ് പ്ലാൻ, മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനമുണ്ട്. അത്